عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله العظيم. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹിജ്റക്ക് മുമ്പ് അവതരണീയമായ 7 ആയത്തുകളുള്ള സൂറത്തുൽ മാഊനിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമിന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് വരച്ചു കാണിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മാഊൻ. അങ്കോലിഭരിതമായ നിസ്കാരം, നോമ്പ് പോലത്തെ ചില കർമ്മങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഒരു മുസ്ലിമിന്റെ ജീവിതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഒരു മുദ്രാവാക്യമായി കൊണ്ടു നടന്നതുകൊണ്ട് മാത്രം ഒരു മുസ്ലിമിന്റെ ജീവിതം പൂർണ്ണമാകുന്നില്ല. ഇസ്ലാം എന്ന് പറയുന്നത് തൻ്റെ സഹജീവികളോട് മനുഷ്യപ്പറ്റുള്ള മതമാണ്. അബൂജഹലിന്റെ അരികിലേക്ക് തൻ്റെ അവകാശം ചോദിച്ചു ചെല്ലുന്ന കുഞ്ഞിനെ ആട്ടിയോടിച്ച സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിനെ അവതരിപ്പിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 5 വിഭാഗം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. നബിയെ, മതനിഷേധികളായ, പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തെ കളവാക്കുന്നവരായ ആളുകളെ നബിയെ തങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്തിനെ തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 വിഭാഗം ആളുകളെ എണ്ണിക്കൊടുക്കുകയാണ്. ആദ്യം തന്നെ അല്ലാഹു പറയുന്നത് ഫദാലികല്ലദീ യദ്ഉൽ യതീം. യതീമിനെ കൈയ്യുന്നവൻ, അവനെ റബ്ബ് എണ്ണുന്നത് മതനിഷേധികളുടെ കൂട്ടത്തിലാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് 2 വിരലുകൾ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, അന വകാഫിലുൽ യതീമി ഹകദാ ഫിൽ ജന്നാ. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും ഈ വിരലുകൾ എപ്രകാരം ചേർന്നിരിക്കുന്നുവോ അതുപോലെ നാളെ സ്വർഗ്ഗത്തിലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. റബ്ബ് പറഞ്ഞത് ആ യതീമായ കുഞ്ഞിനെ സംരക്ഷിക്കാത്തവൻ അവൻ മതനിഷേധികളുടെ കൂട്ടത്തിലാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അടുത്ത വിഭാഗത്തിനെ എണ്ണിക്കൊടുക്കുന്നു, വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. ആരാണ്? പാവപ്പെട്ട മിസ്കീനായ ആളുകളുടെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവൻ, ഭക്ഷിപ്പിക്കാത്തവൻ എന്നല്ല റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവൻ എന്നാണ്. നമ്മളെ കൊണ്ട് ചിലപ്പോൾ ഒരു മനുഷ്യന് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല. അതിനുള്ള സാമ്പത്തിക ശേഷി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തരണമെന്നില്ല. പക്ഷേ ഉള്ളവൻ്റെ കൈകളിൽ നിന്നും ഇല്ലാത്തവന് വാങ്ങിക്കൊടുക്കേണ്ടത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ മിസ്കീനായ മനുഷ്യനെ, പാവപ്പെട്ട ഒരു വ്യക്തിയെ സഹായിക്കാനുള്ള മനസ്സ് നമുക്കില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എണ്ണുന്നത് മതനിഷേധികളുടെ കൂട്ടത്തിലാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണാൻ പോകുന്ന ആളുകളാണ്
ഈ സൂറത്തിലെ ഏറ്റവും ഗൗരവമേറിയ വിഭാഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നല്ല രീതിയിൽ തന്നെ താക്കീത് ചെയ്യുന്നുണ്ട്. വവൈലുൽ ലിൽ മുസല്ലീൻ, നാശത്തിന്റെ മേൽ നാശം, ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാകുന്നു. നിസ്കരിക്കുന്നവർ എന്ന് പറഞ്ഞ ആരാ? നിസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെട്ടവർ, അതായത് നമ്മൾ മുസ്ലിമീങ്ങൾ. എങ്ങനത്തെ മുസ്ലിമീങ്ങളാണ്? അല്ലാഹു പറയുകയാണ്, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധവാന്മാരാകുന്നവർ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവർ. ഇവിടെ മുഫസ്സിരീങ്ങൾ 3-4 വിഭാഗം ആളുകളെ എണ്ണുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നു നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ ചിന്തയുള്ളത് ഇവിടെയൊന്നുമല്ല. അവരുടെ ബിസിനസ്സുകളിലാണ് അവർക്ക് ചിന്തയുള്ളത്, വീട്ടിലാണ് അവരുടെ ചിന്തയുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കാൻ അവർക്ക് സമയമില്ല. പിന്നെ എണ്ണുന്ന നിസ്കാരത്തെ ഖളാക്കി കളയുന്നവരെയാണ്. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിസ്കരിക്കുക, എന്നിട്ട് തോന്നുമ്പോഴൊക്കെ അത് ഖളാ വീട്ടി കളയുക. ഇങ്ങനത്തെവരെ അള്ളാഹു എണ്ണുന്നത് മതനിഷേധികളുടെ കൂട്ടത്തിലാ. പിന്നെ എണ്ണുന്ന മുഫസ്സിരീങ്ങൾ പറയുന്നു, അവൻ നിസ്കരിക്കുന്നുണ്ട്, അവൻ്റെ ജോലി സമയങ്ങൾ കഴിഞ്ഞ് അവൻക്ക് എപ്പോഴാണോ ഒഴിവ് കിട്ടുന്നത് ആ സമയങ്ങളിലുള്ള നിസ്കാരങ്ങൾ മാത്രം നിസ്കരിക്കുന്നു. അത് ഖളാ വീട്ടാൻ പോലും അവൻ തയ്യാറാകുന്നില്ല. ഇനി എണ്ണാൻ പോകുന്ന വിഭാഗമാണ് ഇതിലെ യഥാർത്ഥ പ്രതികളെന്ന് പറയുന്നത്. അവർക്ക് നിസ്കാരമേ ഇല്ല, ഒരു വക്ത് പോലും നിസ്കരിക്കുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനമായി നൽകിയ ഈ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു വിലയും കൽപ്പിക്കാത്തവരുണ്ട്. അവരെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിലൂടെ മെയിനായിട്ട് താക്കീത് ചെയ്യുന്നത്. നരകത്തിൽ ഒരു സ്ഥലമുണ്ട്, ഒരു തായ്വാരമുണ്ട്. ആ തായ്വാരത്തൊട്ട് നരകം വരെ കാവല് ചോദിച്ചിട്ടുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നരകത്തിൽ ആ തായ്വാരത്തെ തൊട്ടിട്ട് നരകം വരെ കാവല് ചോദിച്ചിട്ടുണ്ട്. ആ സ്ഥലം ആർക്ക് വേണ്ടി തയ്യാറ് ചെയ്തു വെച്ചിട്ടുള്ളതാണ്? ഈ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധവാന്മാരാകുന്ന ആളുകൾക്ക് വേണ്ടി റബ്ബ് തയ്യാറാക്കിയ സ്ഥലമാണത്. നരകം കാവല് ചോദിക്കണമെങ്കിൽ ആ സ്ഥലം എത്രമാത്രം ഭയാനകരമായിരിക്കണം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണുന്നു, അല്ലദീനഹും യുറാഊൻ, നിസ്കരിക്കുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, തന്നെ കൊണ്ട് കഴിയുന്ന അമലുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും റബ്ബ് കാണാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരുടെ മനസ്സിലൊരു ഇടം കിട്ടാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുന്നവർ, മറ്റുള്ളവരുടെ മനസ്സിൽ ഞാനൊരു നല്ലവനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുന്നവർ, നമ്മുടെ മറ്റു ജീവികൾ കാണാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുന്നവരുടെ നിസ്കാരം റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ട. നമ്മൾ കൊടുക്കുന്ന സ്വതക്കകൾ റബ്ബിന് വേണ്ട, നമ്മൾ കൊടുക്കുന്ന സകാത്തുകൾ റബ്ബിന് വേണ്ട. റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നിസ്കരിക്കുന്നുണ്ടോ, അവൻ്റെ നിസ്കാരം റബ്ബിന് സ്വീകാര്യമാണ്. പിന്നെ എണ്ണുന്നത് ആരെയാണ്? വയംനഊനൽ മാഊൻ, നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന സംഭവമാണ്. തൻ്റെ വീട്ടിലേക്ക് തൻ്റെ നിത്യോപയോഗ സാധനങ്ങൾ ചോദിച്ചു വരുന്നവരെ, അവരുടെ സാധനങ്ങൾ നമ്മൾ തടഞ്ഞു വെക്കുന്നവർ, പരോപകാരത്തെ തടഞ്ഞു വെക്കുന്നവരെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. തൻ്റെ സഹപാഠിക്ക്, തൻ്റെ സുഹൃത്തിന് നിത്യോപയോഗ സാധനങ്ങൾ ചോദിക്കുമ്പോൾ അത് തടഞ്ഞു വെക്കുന്നവർ, അവരുടെ നിസ്കാരവും നോമ്പൊന്നും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ആവശ്യമില്ല. റബ്ബ് ഈ പറഞ്ഞ രീതിയിൽ ജീവിക്കാനും അവൻ്റെ ഇഷ്ടം കൈപ്പറ്റാനും യഥാർത്ഥ ഒരു മുസ്ലിമായി മാറാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തീഷ്ണമായ ഉച്ചവെയിലിലും വസന്തത്തിന്റെ ഉണർത്തുപാട്ടുകൾ